ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ആദ്യം കാണിച്ച ബ്ലഡ് ആണോ എന്നറിയണ്ടേ നിങ്ങൾക്ക്? അതറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇന്ന് വിചാരിച്ച് ഒരു വീക്ക്ലി ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ കാണിച്ചു തരാമെന്ന്. അങ്ങനെ ഒരുപാടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വെച്ച് കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ അലോവേര ജെല്ലായിരുന്നു ഉള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. മോയ്സ്ചറൈസർ നല്ലതാണ്. ഞാൻ ആദ്യം അലോവേര ജെല്ലാണ് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ ഞാനൊരു റേസറും ഒരു ടിഷ്യൂ എടുത്തിട്ട് ഞാൻ റേസ് ചെയ്ത് കളഞ്ഞു. അതെല്ലാവർക്കും അറിയാമല്ലോ, സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. റേസ് ചെയ്ത് കളഞ്ഞു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? വീഡിയോസൊക്കെ കാണാറുണ്ടോ? വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ പറയണേ. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നൊരു കഥ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഞാനൊരു ദിവസം ഒരു ഷോപ്പിൽ പോയി. ഞാൻ കുറച്ച് സാധനം മേടിക്കാൻ വേണ്ടി പോയതാണ്. എന്ന് ഞാനൊരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. ആൾക്കതെന്തോ ഇഷ്ടപ്പെട്ടില്ലേ ആവോ, എനിക്കറിയത്തില്ല. ആൾ വന്ന ഉടനെ തന്നെ എന്നോട് ചോദിച്ചു. ഞാൻ ലിപ്സ്റ്റിക്ക് മേടിക്കാനാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, എനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണം. ഞാനതൊരു മര്യാദക്ക് തന്നെ, എടാ എനിക്കൊരു ലിപ്സ്റ്റിക്ക് തരുമോ എന്ന് ചോദിച്ച്. ആൾ പറഞ്ഞ്, ലിപ്സ്റ്റിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ടോ? അപ്പോൾ ഞാൻ വിചാരിച്ചു, അതെന്താ അങ്ങനെ ചോദിച്ചത്? ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ടടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. നമ്മുടെ ഒരു വേഷത്തിലും നമ്മുടെ വേഷധാരണത്തിലും ഒരുപാട് പേര് നമ്മൾ ചിന്തിക്കുകയും നമ്മൾ എന്താണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ എന്ത് ഡ്രസ്സ് ഇട്ടോട്ടെ, നമ്മൾ ഒരുങ്ങി ചെന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ അങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായി. പിന്നെ ഞാനൊരു ദിവസം ആ ഷോപ്പിൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് പോയി. എന്നിട്ട് ഞാൻ വേറൊരു ഡ്രസ്സ് ഇട്ട് നല്ലൊരു ഭംഗിയായിട്ട് ഒരുങ്ങിപ്പോയപ്പോൾ, മാഡം എന്ത് വേണം, ഞാൻ എടുത്തു തരാം മാഡം, അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചു. അന്ന് വന്നപ്പോൾ ഞാനൊന്ന് പെട്ടെന്ന് പോയാൽ മതിയെന്ന് വിചാരിച്ചവർ ഞാൻ ഒരുപാട് നേരം നിന്ന് കുറച്ച് സാധനം മേടിക്കണമെന്നുള്ള രീതിയിൽ ഞാൻ 1000-ന് മേളിലൊരു സാധനം മേടിച്ച്. ഞാൻ എന്താണ് എനിക്കറിയത്തില്ല. ചിലവരുടെ ചിന്താഗതിയായിരിക്കും ഒരുങ്ങാത്തവർ അങ്ങനെയൊന്നും ഉപയോഗിക്കത്തില്ല, നമുക്ക് കാശില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുപോലെയുള്ള അനുഭവം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ. ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തതിന് ശേഷം ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുത്ത്, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത്. ഞാനിപ്പം ഇത് മസാജർ ഞാൻ മേടിച്ചതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നല്ല മസാജറാണ് കേട്ടോ. ഞാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മസാജൊക്കെ ഒരു അരമണിക്കൂറോളം മസാജൊക്കെ ചെയ്ത് കൊടുത്ത്, നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. ഡെയിലി മസാജ് ചെയ്യുന്നത് നല്ലതാണ്. കുറച്ച് ഫേസ് യോഗ മസാജൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മസാജ് ചെയ്യാറുണ്ട്. ഇടയ്ക്കൊക്കെ ഒന്ന് മുടങ്ങിപ്പോയാലും മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെയ്യാൻ. എനിക്ക് പക്ഷേ ഡബിൾ ചിൻ ഒരുപാട് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു. കുറച്ച് വണ്ണം വെക്കുന്നുണ്ട്, അപ്പോൾ ഡബിൾ ചിൻ വരുന്നുണ്ട്. അതൊരു വൃത്തികേടല്ലേ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മസാജൊക്കെ ചെയ്തു. ഡബിൾ ചിന്ന് കുറയാനുള്ള മസാജാണ് കൂടുതൽ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാജ് ചെയ്യാം, പക്ഷേ എന്നാലും കുറച്ചും കൂടി എനിക്ക് ജോ ലൈന് വരാനൊക്കെ ആയിട്ട് ആഗ്രഹമുണ്ട്. വണ്ണം ഇല്ലാഞ്ഞ സമയത്ത് ഗൈസ് വണ്ണം വെക്കണമെന്നായിരുന്നു. വണ്ണം വെച്ച് കഴിഞ്ഞപ്പോഴോ വണ്ണം കുറയ്ക്കണമെന്നായി വരും. വണ്ണം വെക്കാനും കഷ്ടപ്പാട് വേണം, വണ്ണം കുറയ്ക്കാനും കഷ്ടപ്പാടാണ്. ഞാനൊരു ഫേസ് പാക്ക് ഇടാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ ഫേസ് പാക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് കൂടുതലും ബീട്രൂട്ട് പൊടിയായിരിക്കും. ബീട്രൂട്ട് പൊടിയല്ലാതെ ഞാൻ ബീട്രൂട്ടും വേറൊരു സാധനവും കൂടെ മിക്സ് ചെയ്തിടും. അടുത്ത വീഡിയോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടാം. അതും നല്ല റിസൾട്ടാണ്. എൻ്റെ സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് മെയിനായിട്ട് സഹായിച്ചിട്ടുള്ളൊരു പാക്ക് തന്നെയാണ് ബീട്രൂട്ട്. അത് പൊതുവേ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും എല്ലാം ബീട്രൂട്ട് നല്ലതാണ്. നിങ്ങൾ ഇടയ്ക്കൊക്കെ ബീട്രൂട്ട് ജ്യൂസൊക്കെ കുടിക്കാൻ നോക്ക്. എന്താണെന്ന് വെച്ചാൽ ബീട്രൂട്ട് നല്ലതല്ലേ. പിന്നെന്താണ്, ബീട്രൂട്ടിനൊരു ചുവ വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് കുടിക്കുമ്പോൾ ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമൊന്നും അല്ലായിരുന്നു. എൻ്റെ അമ്മ ചോദിക്കുന്നു എങ്ങനെ കുടിക്കുന്നതെന്ന്. പക്ഷെ എന്നാലും കുറച്ച് കഷ്ടപ്പാടാണ്. നല്ല റിസൾട്ടാണ്. നിങ്ങൾ കുടിച്ച് നോക്ക്. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ്. ഈ പാക്ക് തന്നെ ഇട്ടിട്ട് നിങ്ങൾ മുഖത്തോട്ട് നോക്കിയാൽ നല്ല ഗ്ലോയാണ്. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്നൊരു പരിപാടി വരുന്നുണ്ട്. നിങ്ങൾക്ക് പരിപാടിയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. എന്തെങ്കിലും പെട്ടെന്ന് വന്നിട്ട് നമുക്കൊന്ന് ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റില്ല, അപ്പം ചെയ്യാൻ പറ്റിയൊരു പാക്കാണ്. എന്നിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് വെച്ചതിന് ശേഷം മുഖം കഴുകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും മോയ്സ്ചറൈസർ ഇടണം. ഇത് പാക്ക് ഇട്ടതുകൊണ്ട് നമ്മുടെ മുഖം പെട്ടെന്ന് ഡ്രൈ ആവാനുള്ള ചാൻസ് കാണും. പുറത്തോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സൺസ്ക്രീമും കൂടി ഇട്ടുതരും നമ്മൾ. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്തിന് നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടും കേട്ടോ. ഒരു ദിവസം ചെയ്തെന്ന് പറഞ്ഞല്ല, ഒരു ദിവസം നമുക്ക് പരിപാടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യാൻ നല്ലതാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരുപാട് നല്ലതായിരിക്കും. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ. എല്ലാവരും വീഡിയോസ് കാണണേ ഫുള്ളേ. ബൈ.